കുരുത്തോല പെരുന്നാളുമായി ഓശാന പെരുന്നാളുമായി ഡൽഹിയിലെ ചർച്ചിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ സഞ്ചരിക്കുന്ന നഗരപ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചു ഡൽഹി പോലീസ്. ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാണെന്ന് മന്ത്രി പറഞ്ഞതായി എല്ലാവരെയും അറിയിച്ചാൽ മതിയെന്ന് ജോർജ് കുര്യൻ സാറും പറയുകയുണ്ടായി. അത് അറിയിക്കുന്ന തത്രപ്പാടിൽ ഹനുമാൻ ജയന്തിക്ക് അത്തരമൊരു ജാഥയുടെ അനുമതി നിഷേധിച്ച വാർത്തയുമൊക്കെയായി കാസ രംഗത്ത് വന്നെങ്കിലും വിശ്വാസികൾ അതിന് വല്ലാണ്ട് പിന്തുണയ്ക്കാതെ വന്നപ്പോൾ പിന്നെ കാസ വളരെ പെട്ടെന്ന് തന്നെ ബൈബിളിൻ്റെ കഥകളിലേക്ക് മാറി. ബൈബിളിലെ പീഡാനുഭവങ്ങളും ചതിച്ച കഥകളുമൊക്കെ കാസ പങ്കുവച്ചു. ചില പ്രമാദമായ കൊലക്കേസുകളിലൊക്കെ ഈ ഇരയെ തിരയാൻ വേണ്ടി ഒപ്പം നിന്ന് എല്ലാ പരിശ്രമങ്ങളും ചെയ്യുന്നവർ കുറച്ച് കഴിയുമ്പോൾ പ്രതിയാണെന്ന തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ കണ്ടിട്ടുള്ള മലയാളിക്ക് ഈ ബൈബിളിൻ്റെ ഫിലോസഫിയും കാസയുടെ ലക്ഷ്യവുമൊക്കെ എല്ലാ ക്രൈസ്തവർക്കും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഏതായാലും ആ സുരക്ഷാ കാരണങ്ങൾ KCBCക്കും അതുപോലെയുള്ള ആർക്കും, KCBCയിലെ ആൻ്റണി അച്ഛൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ലോക ക്രൈസ്തവ സമൂഹത്തിന് പോലും മനസ്സിലായില്ല എന്നതാണ് പറഞ്ഞത്. അത് വളരെ വിചിത്രമായ ഒരു ടേൺ അറൗണ്ടായി മാറി. കുരുത്തോല പെരുന്നാളിന് കുരുത്തോലയുമായി നഗരപ്രദക്ഷിണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ യാത്രയ്ക്കിടയിൽ എങ്ങും എന്തെങ്കിലും ഒരു കലാപമോ ഒരു മോശമായ മുദ്രാവാക്യമോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും ഹനിക്കുന്നതോ ആയ ഒന്നുമില്ല. വിശ്വാസികൾ നിശബ്ദതയോടെ അത് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു റോഡിൻ്റെ ഓരത്തുകൂടി അങ്ങനെ സഞ്ചരിക്കാറുണ്ട്. അത് സഞ്ചരിക്കുന്നതിന് നാളിതുവരെ എല്ലാ സംഘർഷങ്ങളും ഉള്ള സമയത്ത്, പണ്ടൊക്കെ ഡൽഹിയിൽ ബോംബ് സ്ഫോടനവും അത്തരം കാര്യങ്ങളുമൊക്കെ ഉള്ള സമയത്തും അത് അനുവദിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് പറഞ്ഞത് സുരക്ഷാ കാരണങ്ങളാൽ അതിന് അനുമതി നൽകാനാവില്ല, പള്ളിക്കകത്ത് നടത്തിക്കോ എന്നാണ് പറഞ്ഞത്. അതിന് കാരണമായി പറഞ്ഞത് ഹനുമാൻ ജയന്തിയുടെ ജാഥയുടെ വിഷയമാണ്. ഹനുമാൻ ജയന്തിയുടെ ജാഥയുടെ വിഷയം ഇപ്പോൾ കോടതികൾക്കും അറിയാവുന്നതാണ്. അത് പോകുന്ന വഴിയിലെല്ലാം മറ്റിതര മതസ്ഥരുടെ ദേവാലയങ്ങൾ മൂടിക്കെട്ടണം, പോലീസ് പട്രോളിങ് വേണം, ആരും വീട്ടിലിറങ്ങരുതെന്ന് പറയണം. എന്നാൽ പോലും അത് പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടാക്കാറുണ്ട്. കുരുത്തോല പെരുന്നാളിൻ്റെ യാത്ര അങ്ങനെ സംഘർഷമുണ്ടാക്കാറില്ല. അപ്പം നമ്മൾ കാപ്പ കേസിൽ ഏതെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്ത് എവിടെങ്കിലും കരുതൽ തടങ്കലിൽ വെക്കുന്ന പോലെ അങ്ങനെ വെക്കുന്ന ആളിൻ്റെ പേര് ജിതേഷ് അല്ലെങ്കിൽ അബ്ദുള്ള എന്നാണെങ്കിൽ അതേ പേരുള്ളവരെല്ലാം അതുപോലെ തന്നെ കുറ്റക്കാരാവുമെന്ന് വിചാരിച്ച് അവരെ തടങ്കലിൽ വെക്കാറില്ലല്ലോ. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് വേ ഇതിറ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും വ്യതിരിക്തതയിൽ കാണേണ്ടത് ആവശ്യമാണ്. ഏതായാലും ആ വിഷയം കഴിഞ്ഞ ദിവസം വല്ലാതെ പൊന്തി വന്നപ്പോൾ നമ്മുടെ ജോർജ് കുര്യൻ സാറ് പത്രക്കാരോട് പറഞ്ഞു അത് സുരക്ഷാ കാരണങ്ങളാണ് എന്ന് പറഞ്ഞു. പത്രക്കാർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്ത് സുരക്ഷാ കാരണങ്ങളാണ്. അത് ടൈറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു അത് മന്ത്രി പറഞ്ഞു എന്ന് നിങ്ങളങ്ങ് വാർത്ത കൊടുത്താൽ മതി എന്ന് പറഞ്ഞാണ് സംഗതി പിരിഞ്ഞത്. അദ്ദേഹത്തിന് അത് പറയാനേ നിർവാഹം ഉണ്ടാവുള്ളൂ. പക്ഷേ അത് പറഞ്ഞിട്ടും വിശ്വാസികൾക്കാർക്കും തൃപ്തിയായില്ല. ഈ ഹനുമാൻ ജയന്തിയുടെ നറേറ്റീവുമായി കാസ കഠിന ശ്രമത്തിൽ വളരെ ദുഃഖഭാരത്തോടെ രംഗത്ത് വന്നു. പക്ഷേ അതിൻ്റെ താഴെയുള്ള വിശ്വാസികൾ ആരും തന്നെ അതിൽ കൈ കൊടുക്കുന്നുമില്ല, ഒന്നുമില്ല. എന്ന് മാത്രമല്ല കാസയുടെ സങ്കടം അതിലെന്തെങ്കിലും തരത്തിലൊരു മുസ്ലിം ലീഗ് എഫക്റ്റോ ജിഹാദി എഫക്റ്റോ പറയാനും പറ്റുന്നില്ല. പക്ഷേ പിന്നെ അവർ കണ്ട ഏക മാർഗം നമ്മളെല്ലാവരും കാണുന്ന മാർഗമാണ്. പ്രയാസം വന്നു കഴിയുമ്പോൾ പിന്നെ മൂലഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങുക. അതുപോലെ അവർ മൂലഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങി ബൈബിളിക്കൻ കഥകളൊക്കെ ആയിട്ട് രംഗത്ത് വന്ന് അതിലെ ചതിച്ച കഥയും വഞ്ചനയുടെ കഥയും ഒക്കെ പറഞ്ഞു. പക്ഷേ അനുയായികൾക്ക് അത്ര തൃപ്തി പോരാത്തതുകൊണ്ട് അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ നിർവാഹമില്ലാതെ വന്നാൽ പിന്നെ വിശ്വാസത്തിലേക്ക് അതിൻ്റെ കഥകളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതിട്ടതിൻ്റെ അടിയിൽ ആളുകൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ് ചോദിക്കുന്നത്, ആരാണീ പറയുന്നത്, കാസയോ എന്ന്. ഏതായാലും ആ പ്രയാസം അങ്ങനെ നിൽക്കുമ്പോഴാണ് പശ്ചിമ ബംഗാളിൽ വഖഫ് ബില്ലിൻ്റെ വിഷയത്തിൽ അവിടെ പ്രതിഷേധമോ വഴക്കോ ഏതാണ്ട് ഉണ്ടായി എന്ന് പറയുന്നത്. ജബൽപൂരിലേതും പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും ഛത്തീസ്ഗഡിൽ ഒരു കോളേജ് തന്നെ അടച്ചുപൂട്ടണമെന്ന് മാർച്ച് നടന്നതൊന്നും കാസ കണ്ടില്ല. ആ സന്ദർഭത്തിൽ കാസ കണ്ണടച്ചു കളഞ്ഞു. ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ ഉണ്ടാകുമ്പോൾ കണ്ണടയ്ക്കുന്നത് പോലെ കണ്ണടച്ചു പോരുന്ന ഒരു മഹത്തായ പ്രക്രിയ. ഏതായാലും ആ പ്രക്രിയകൾ കൂടി
സാമൂഹ്യ മാധ്യമത്തിൽ നിരീക്ഷിച്ചാൽ ഇത്തരം ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും.